ഞാൻ നിങ്ങൾക്ക് ഡോണിപ്പെന്നിനെ കാണിച്ചിട്ട് തരാം. ഷിമ്മിലി ഡോണിപ്പെന്നാണോ? ഷിമ്മിലി ഡോണിപ്പെന്ന ഡോണി ഇച്ചിരി ക്രേസി ആട്ടോ. ഡോണിപ്പെന്ന് ഇച്ചിരി കേസി പെണ്ണാട്ടോ. ഇവളെപ്പോ വേണമെങ്കിൽ കടിച്ചു മാണ്ടും പിച്ചി ചീന്തും. പൊക്കോ പൊക്കോ. ഗൈസ് ബബൂഷനെ കണ്ടോ? നമ്മളെ ബബൂഷനെ കണ്ടോ? ബബൂഷ ചുണ്ടനെ കണ്ടോ? ഭയങ്കര ക്ഷീണാണോ അതോ മടിയാണോ അതോ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നമുക്ക് കുറച്ച് സീക്രട്സ് വായിക്കാം. ഞാനൊരു ക്യൂരിയോസിറ്റി കാരണം എടുത്തു നോക്കി. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. ഹി ഗേവ് ഹിസ് പിക് ഓഫ് ഹിസ്. എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞു ദാറ്റ് അവളുടെ ബോയ് ഫ്രണ്ടിന് 12 ഇഞ്ച് ഉണ്ടെന്ന്. ബട്ട് ചേട്ടനും അച്ഛനും എന്നെയും അമ്മയും വിട്ടുപോയി. അങ്ങനെ അവൻ പോക്സോ കേസിൽ ജയിലിലായി. അങ്ങനെ മുന്നോട്ട് പോയി. അയാൾ മുസ്ലിം ആയിരുന്നു, ഞാൻ ഹിന്ദുവും. ഞാൻ പ്രഗ്നന്റ് ആയി. നാട്ടിലൊക്കെ അറിഞ്ഞു. ആദ്യത്തെ സീക്രട്ട്, ഡോണ്ട് ജഡ്ജ് മീ കേട്ടോ. അത് ഞാൻ വായിക്കട്ടെ എന്നിട്ട് പറയാം. ഹായ് ചേച്ചി, ഐ എം റിയലി ബിഗ് ഫാൻ ഓഫ് യു ആൻഡ് സീക്രട്ട് വീഡിയോസ്. ഞാൻ കുറെ ആയി സീക്രട്സ് എഴുതണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാ ടൈം കിട്ടിയ. ഐ ഡോണ്ട് നോ വെദർ യു വിൽ റീഡ് ദിസ്, ബട്ട് ഐ ഹോപ്പ് യു വിൽ റീഡ് ദിസ് ബൈ 2028. അതെന്നെ കളിയാക്കിയതല്ലേ. കഥയിലോട്ട് നമുക്ക് പോകാം. ഞാൻ +1 പഠിക്കുന്ന ടൈമിൽ ആണ് ഈ സ്റ്റോറി നടക്കുന്നത്. ഐ വാസ് ഇൻ ഹോസ്റ്റൽ അറ്റ് ദാറ്റ് ടൈം ഫോർ കുറച്ച് മാസം. ദ ഫണി പാർട്ട് ഈസ് ദാറ്റ് ഞാൻ പഠിച്ചത് ഒരു കോൺവെന്റ് ഗേൾസ് സ്കൂളിലായിരുന്നു. സോ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് കുറെ റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ടൈമിലാണ് ഫോൺ യൂസ് ആക്കേണ്ടത്. ആഫ്റ്റർ 8:30 PM ഫോൺ നമ്മൾ സിസ്റ്ററിന്റെ ടേബിളിൽ വെക്കണം. പിന്നെ സിസ്റ്റർ ഉറങ്ങാൻ പോകുമ്പോൾ ഓരോ കുട്ടികളായി ചെന്ന് ഫോൺ എടുക്കും. ആൻഡ് ഒരു 1 AM 2 AM മണി വരെ ഫോണിലായിരിക്കും പിള്ളേര്. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് പേരെ ഒരു ഡോർമിൽ ആണ് ഉള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഒരു ബേസിക് സ്റ്റോറി. ഇനി എൻ്റെ ഒരു സീക്രട്ട് പറയാം. വൺ ഡേ എൻ്റെ ഫോണിൽ എൻ്റെ ഫ്രണ്ട് അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം അവളുടെ ഫോണിൽ എന്തോ യൂസ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തോ ആയിരുന്നു അങ്ങനെ. എൻ്റെ ഇൻസ്റ്റയിൽ അവളുടെ അക്കൗണ്ട് ഇട്ടത്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, സെയിം ഏജ് ആണ്, ബട്ട് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയ റിലേഷൻഷിപ്പ് ആണ്. ബിക്കോസ് അവൻ 12th കഴിഞ്ഞാൽ സെമിനറിയിൽ അച്ഛനാവാൻ വേണ്ടി പഠിക്കാൻ പോകുന്നു പറഞ്ഞു. ഷോക്കായില്ലേ? ബട്ട് അവര് കുഞ്ഞിലെ തൊട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. അങ്ങനെ അവൾ എൻ്റെ ഇൻസ്റ്റയിൽ അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് അവൾ റിമൂവ് ആക്കി. ബട്ട് ആഡ് അക്കൗണ്ട് എടുത്താൽ അവളുടെ ID എനിക്ക് ഓപ്പൺ ആകുമായിരുന്നു. വൺ ഡേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി ലീവിന് ഒരു ക്യൂരിയോസിറ്റി കാരണം അവളുടെ അക്കൗണ്ട് ജസ്റ്റ് എടുത്ത് നോക്കി. പിന്നെ അവൾ ഇപ്പോൾ ഇൻസ്റ്റ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ അവളുടെ അക്കൗണ്ടിൽ ഓരോ റീൽസ് കണ്ടിട്ട് അക്കൗണ്ട് സ്വിച്ച് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് മെസ്സേജ് ഇടുമായിരുന്നു. എനിക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാം. ബട്ട് ഞാൻ ഇഗ്നോർ ആക്കി. ഞാൻ അവരുടെ ചാറ്റ് വായിക്കാനൊന്നും നിന്നില്ല. ഞാൻ റീൽസ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവളുടെ ബോയ് ഫ്രണ്ടിന് നീ അയക്കി എന്നുള്ള മെസ്സേജ് ഇട്ടു. എൻ്റെ കൈ തട്ടി അറിയാതെ ആ മെസ്സേജ് ഓപ്പൺ ആയി. എൻ്റെ കൈയൊക്കെ വിറച്ച് ഞാൻ ബാക്ക് അടിച്ചു. പിന്നീട് ഞാൻ ആലോചിച്ചു എന്തായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഒരു ഫോട്ടോ അയച്ചേക്കുന്നു. നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ഒരു ക്യൂരിയോസിറ്റി കാരണം എടുത്തു നോക്കി. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. ഹി ഗേവ് ഹിസ് പിക് ഓഫ് ഹിസ് ഹി ഗേവ് ദ പിക് ഓഫ് ഹിസ് ഡി. ഞാൻ അറിയാതെ ഇത് ഓപ്പൺ ആക്കി. ഞാൻ പേടിച്ച് ബാക്ക് അടിച്ച്. ഇവളും ഇത് അയക്കോ എന്ന് നോക്കാനായിട്ട് ഞാൻ മൊബൈൽ ഡാറ്റ ഓഫ് ആക്കിയിട്ട് ചാറ്റ് ജസ്റ്റ് നോക്കി. അവൾ 2-3 വീഡിയോസ് ഫോട്ടോസ് വൺ ടൈം അയച്ചു കൊടുത്തേക്കുന്ന കണ്ടു. സോ ബേസിക്കലി ദേ വർ സെക്സ്റ്റിംഗ്. ഒരു +1 സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഇതൊക്കെ എനിക്ക് ന്യൂ ആയിരുന്നു. സോ എനിക്ക് പേടിയായി. ഞാൻ പിന്നെ ആ വഴി പോവാൻ നിന്നില്ല. ഞാൻ അവളുടെ അക്കൗണ്ട് ഫുള്ളി റിമൂവ് ചെയ്തു. ഞാൻ അവളോട് ഈ കാര്യം പറയാനേ നിന്നില്ല. എനിക്ക് റിഗ്രറ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അവളോട് ഈ കാര്യം പറഞ്ഞില്ല. പിന്നെ ഒരു ദിവസം ഒരു കോമഡി ഉണ്ടായി. ഞങ്ങൾ കുറച്ച് ഗേൾസ് ടോക്ക് ചെയ്യുമായിരുന്നു. ആൻഡ് സഡൻലി വി ടോക്ക്ഡ് എ ലോട്ട് അബൌട്ട് ബോയ്സ് ആൻഡ് ഓൾ. അപ്പോ എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞു ദാറ്റ് അവളുടെ ബോയ് ഫ്രണ്ടിന് 12 ഇഞ്ച് ഉണ്ടെന്ന്. ഞാൻ അപ്പോ ഓ ഐ സി എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഓൾറെഡി കണ്ടതല്ലേ. ദാറ്റ് വാസ് നോട്ട് ഈവൻ 5 സെന്റിമീറ്റർ. ബേസിക്കലി അവളുടെ ബോയ് ഫ്രണ്ട് ഒരു തള്ളിസ്റ്റായിരുന്നു. ഇപ്പോ വി ആർ ബിസി വിത്ത് അവർ ലൈഫ്സ്. ഇതാണ് എൻ്റെ ഒരു സീക്രട്ട്. ഐ ഡോണ്ട് നോ വെദർ ഐ എം എ ബാഡ് ഫ്രണ്ട് ഓഫ് ഹർ. പിന്നെ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും ദാറ്റ് ഞാൻ ഈ കാര്യം എൻ്റെ മനസ്സിൽ തന്നെ വെച്ചു. ആൻഡ് ഐ ഡിഡ്ന്റ് സെഡ് ദിസ് ടു എനിവൺ.
ആൻഡ് ഐ ഡിഡ്ന്റ് മേക്ക് എനി ഫൺ ഓഫ് ഹർ. സാധാരണ ഇതൊക്കെ കണ്ട വേറെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുന്ന ഗേൾസും ഉണ്ട്. ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. സോ കുഴപ്പമില്ല എന്നൊരു രീതിയിൽ ഇരിക്കുന്നു. ചേച്ചി, what do you feel? Am I that bad? You're not bad. It was a mistake. It's okay. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, പ്ലീസ് റീഡ് ദിസ് മെസ്സേജ്. എന്റെ പേര് ഡാഷ്. പേര് പറഞ്ഞാലും കുഴപ്പമില്ല, ഇത് മുഴുവൻ വായിക്കണം പ്ലീസ്. പേര് ഞാൻ പറയില്ല, എനിക്ക് പേര് പറയാൻ പേടിയാ. എനിക്കിപ്പോ 21 വയസ്സുണ്ട്. എന്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, ചേട്ടനായിരുന്നു. ബട്ട് ചേട്ടനും അച്ഛനും എന്നെയും അമ്മയും വിട്ടുപോയി. അമ്മ ഒരു സുഖമില്ലാത്ത ആളാണ്, മാനസിക രോഗി. എനിക്ക് സ്കൂൾ ടൈം ഒക്കെ കുറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, എങ്കിലും അതൊക്കെ ആ പ്രായത്തിന്റെ ആയിരുന്നു. ബട്ട് പ്ലസ് കയറിയപ്പോഴാണ് ഞാൻ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിലായത്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അത് വീട്ടിലൊക്കെ പിടിക്കുകയും കുറെ വാണിംഗ് തന്നിട്ടുണ്ട്. അത് ബ്രദർ ഫാദർ ഒക്കെ ഉണ്ടായിരുന്ന ടൈമിലായിരുന്നു. എന്നിട്ടും ഞങ്ങൾ നിർത്തിയിരുന്നില്ല. അങ്ങനെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ എന്നെ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലാതായപ്പോ ഞാൻ അവനുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി, മീൻസ് സെക്ഷുവലി. അങ്ങനെ ഞങ്ങൾ ഒരു ഡേ ഫുൾ കറങ്ങാൻ പോയി. വീട്ടിൽ പിടിച്ച് സീനായി. അച്ഛൻ കേസൊക്കെ കൊടുത്തു. അവൻ അകത്ത് പോയി. അപ്പോൾ ഞാൻ മൈനർ ആയിരുന്നു, അവൻ 21. അങ്ങനെ എല്ലാരും എല്ലാം അറിഞ്ഞു. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് വക്കിൽ വരെ എത്തിയിരുന്നു എന്ന്. അങ്ങനെ അവൻ പോക്സോ കേസിൽ ജയിലിലായി. അങ്ങനെ ഞാനും അച്ഛനൊക്കെ മിണ്ടാതെയായി. ഞാൻ ഒറ്റപ്പെട്ടു. ഫാമിലി, ഫ്രണ്ട്സ്, നാട്ടുകാർ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഡിപ്രസ്ഡ് ആയി. ഹെയർ ഒക്കെ വെട്ടിക്കളഞ്ഞ് ഒരു പ്രാന്തിയെ പോലെ. അങ്ങനെ നീണ്ട 3 മാസത്തിന് ശേഷം അവന്റെ വീട്ടുകാരുടെ ഹെൽപ്പോട് കൂടി ഞാനും ആരും അറിയാതെ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ സഹായിച്ചു. അങ്ങനെ അവൻ ഇറങ്ങി. ഞങ്ങൾ വീണ്ടും പഴയതുപോലെ ആകാൻ തുടങ്ങി. കേസ് നിലവിലുണ്ടായിരുന്നു. അങ്ങനെ 1 ഇയർ ഒക്കെ ആവാറാകുന്നതിന് മുമ്പേ ഞാൻ മൊഴിയൊക്കെ മാറ്റി പറഞ്ഞ് അവന്റെ കേസ് ഒഴിവാക്കി കൊടുത്തു. അവനെ രക്ഷപ്പെടുത്തി. ബട്ട് അതുവരെ മാത്രമായിരുന്നു ആ സ്നേഹം ഉണ്ടായിരുന്നത്. പിന്നീട് കേസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയ കാര്യത്തിനൊക്കെ പ്രശ്നമായി. അവൻ എന്നോട് പറയാതെ ജോലിക്കൊക്കെ വേറെ സ്ഥലത്ത് പോയി അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പട്ടിയെ പോലെ കുറെ പുറകെ നടന്നു. ചെറിയ വഴക്കിന് അവൻ എന്നെ വലിയ രീതിയിൽ അവോയ്ഡ് ആക്കാൻ തുടങ്ങി. പിന്നെ ജോലി സ്ഥലത്തുള്ള നേപ്പാളി ഗേൾ ഒക്കെയായി ഫോട്ടോ എടുത്ത് അവൻ റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച്. അങ്ങനെ ആ കലിപ്പിൽ ഞാൻ എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരു ചെക്കനോട് യെസ് പറഞ്ഞു അവനുമായി 2-3 ഡേയ്സ് മാത്രം നടന്നു. ബട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും തമ്മിൽ അടിയായപ്പോൾ ഇത് അവൾ അവനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ ലൈൻ എന്നെ ഒഴിവാക്കാൻ കാരണം കിട്ടിയ പോലെ ഞാൻ അവനെ ചീറ്റ് ചെയ്തു എന്ന രീതിയിൽ എന്നെ ഒഴിവാക്കി വിട്ടു, കാര്യമല്ല അറിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ മൂവ് ഓൺ ആയി ജോലിക്ക് കയറി കോഴിക്കോട്. അങ്ങനെ അവിടെ കുറെ നാള് നിന്ന് എല്ലാം മറന്ന് ആ ടൈമിൽ അവിടെ ജോലിക്ക് വന്ന ഒരു ചേട്ടനായി കമ്പനി ആയി ഞങ്ങൾ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഷെയർ ആക്കി. ആ ടൈമിൽ അയാൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ബട്ട് വർക്കൗട്ട് ആവില്ലാത്ത രീതിയിലായിരുന്നു എന്നോട് പറഞ്ഞത്. പിന്നെ എന്റെ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കി സഹതാപം കാരണം എന്നെ കുറച്ച് സഹായിച്ച്. സഹതാപത്തിന്റെ പുറത്ത് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ എതിർത്തു. പക്ഷെ എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഓർത്ത് ഞാൻ വിശ്വസിച്ച് അയാളുമായി ഇഷ്ടത്തിലായി. അങ്ങനെ മുന്നോട്ട് പോയി. അയാൾ മുസ്ലിം ആയിരുന്നു, ഞാൻ ഹിന്ദുവും. ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നെ കൺവേർട്ട് ആക്കി. ഹിന്ദു ഇസിക്വൽ ടു മുസ്ലിം. പിന്നീട് ഞങ്ങൾ കൂടുതൽ ഒരുമിച്ചായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയി. നാട്ടിലൊക്കെ അറിഞ്ഞു. അങ്ങനെ എൻ്റെ നാട്ടിൽ കുറെ മന്ത്സ് നിന്ന് എൻ്റെ ഒരു 8 മാസം വരെ. പ്രസവം അടുക്കാനായപ്പോൾ എൻ്റെ അമ്മ വയ്യാത്ത ആള് ആയതുകൊണ്ട് തന്നെ അവൻ എന്നെ അവന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു, കണ്ണൂര്. അങ്ങനെ ഞങ്ങൾ അവന്റെ വീട്ടിൽ ഒന്നിച്ചു നിന്നു. ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു. പിന്നെ കുട്ടിയുണ്ടായി, ഒരു മോള്. ഞങ്ങൾക്ക് അധികം ലവ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. 1 ഇയർ ഉള്ളിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് നിന്നു. പിന്നീട് പ്രഗ്നന്റ് ആയി. എനിക്ക് അത്രയ്ക്കും ബോധം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാരെയും ബ്ലൈൻഡ്ലി വിശ്വസിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അയാൾക്ക് വേണ്ടത് അയാൾ പറയുന്നത് കേട്ട് അനുസരിച്ച് മറിച്ചൊന്നും പറയാതെ നിൽക്കുന്ന ഒരു ഭാര്യയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അയാൾ പറയുന്നത് എനിക്കോ ഞാൻ പറയുന്നത് അയാൾക്കോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ആദ്യമൊക്കെ നല്ല പോലെ നോക്കുമായിരുന്നു. ഇപ്പൊ അതും ഇല്ല. അയാളുടെ ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നത് നിലവിൽ അയാൾ. അയാളുടെ ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നത് നിലവിൽ അയാൾ, മീൻസ് എന്റെ ഭർത്താവ്. ഇപ്പൊ ഞങ്ങൾ മോൾ ഉള്ളത് കൊണ്ട് അവളെ ഓർത്താണ് ഒരുമിച്ച് പോകുന്നത്. അയാൾ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും എന്നെ കുറ്റപ്പെടുത്തും, തെറികൾ പറയും, അനാവശ്യം പറയും, എന്റെ അമ്മയെ പറയും. അയാൾ പറയുന്നത് ഞാൻ അയാളുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ്. ഞാൻ കാരണമാണ് അയാളുടെ പഴയ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് എന്ന്. എന്നോട് വെറും സഹതാപം മാത്രമായിരുന്നു. എന്നോട് അയാൾക്ക് വേറൊരു തരത്തിലുമുള്ള ഫീലിങ്സ് ഇല്ലായിരുന്നു.
തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെ കുറ്റപ്പെടുത്തും. എനിക്കൊരു ഡ്രസ്സ് പോലും വാങ്ങി തരില്ല. മോളെ ജീവനാണ് അയാൾക്ക്. ബട്ട് എന്നെ പേരിന് മാത്രം ഒരു ഭാര്യ. അയാളോട് എനിക്ക് എന്റെ വിഷമങ്ങളോ എന്റെ ഒരു ആഗ്രഹമോ ഒന്നും തുറന്നു പറയാനുള്ള സ്പേസ് ഇല്ല. ഞങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വരെ ഏർപ്പെടുമ്പോൾ പോലും എനിക്ക് എനിക്ക് അതിനോടൊരു താല്പര്യമില്ല. ബട്ട് അതിന് സമ്മതിച്ചില്ലെങ്കിൽ അയാൾ എന്നെ മോശമായി പലതും പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടമല്ല എങ്കിലും കിടന്നു കൊടുക്കും, ഒരു പാവയെ പോലെ. ഇത്രയും ചെറുപ്പത്തിലെ എന്റെ ജീവിതം നശിച്ചു. അയാൾ പറയുന്നത് എന്നോട് ഇറങ്ങിപ്പൊക്കോ, മോളെ അയാൾക്ക് കൊടുക്കണം, അയാൾ ആഗ്രഹിച്ച ഒരു ഭാര്യയല്ല ഞാൻ എന്നൊക്കെയാ. എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ഓരോ കോഴ്സ് പഠിക്കുകയാണ്. അവരുടെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ മാത്രം ഒരു കൊച്ചുമായി കുടുംബജീവിതം നയിക്കുന്നു. എല്ലാം എന്റെ ബുദ്ധിയില്ലായ്മ. എന്റെ ചേട്ടൻ മരിച്ചു പോയതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ ആയത്. യു നോ വൺ തിങ്, എന്റെ 8 മാസത്തിൽ ഞാൻ വന്നതാണ് ഇങ്ങോട്ട്. എന്റെ നാട്ടിൽ നിന്ന് എന്റെ അമ്മ എന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. എന്റെ മോൾക്ക് 1.5 വയസ്സായി. ഞാൻ ഇതുവരെ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ എന്റെ മോളെയും കണ്ടിട്ടില്ല. എന്നെ കൊണ്ടുപോയിട്ടില്ല. പോവാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. തന്നെ പോവാനുള്ള അവസ്ഥ അല്ല. പോയാൽ തന്നെ ഇയാൾ എന്നെ ഇട്ടിട്ട് പോകും. എന്റെ അമ്മ തിന്നാനും കുടിക്കാനും ഇല്ലാതെ നാട്ടിലുള്ളവർ ഒരു മഠത്തിൽ കൊണ്ടാക്കി. അമ്മ അവിടെയാണ്. എന്റെ അമ്മയ്ക്ക് ആകെ ഉള്ളത് ഞാനാണ്. പക്ഷെ ഞാനും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു. എനിക്ക് എന്റെ ജീവിതം മടുത്തു. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഒതുക്കി വെച്ച് ഒരു അർത്ഥവും ഇല്ലാത്ത ജീവിതമാണ് ചേച്ചി എന്റെ ലൈഫ്. എനിക്ക് സൂയിസൈഡ് വരെ ചെയ്യാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്കും ബോറാണ് എന്റെ ലൈഫ്. എങ്ങനെ ചാവണമെന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്യും. ഞാൻ ഈ പ്രായത്തിൽ കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് നടക്കേണ്ടതാണ്. ബട്ട് എനിക്കൊരു ഇൻസ്റ്റാ ഫ്രണ്ടിനെ കിട്ടി കുറച്ച് നാൾ മുമ്പ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അവന്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് ഹീസ് എ ജെം. അയാളോട് സംസാരിക്കുമ്പോൾ ഞാൻ കുറെയൊക്കെ ഓക്കെ ആവും. എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത് അവനോട് സംസാരിക്കുമ്പോഴാണ്. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഓക്കെ ആക്കാറുണ്ട്. നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും എന്നെ നല്ലോണം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എന്റെ ഭർത്താവിനേക്കാൾ. എനിക്ക് അവൻ നല്ലൊരു ഫ്രണ്ടിനേക്കാൾ ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് അവനോടുണ്ട്. ദാറ്റ്സ് നോട്ട് ലവ്. എനിക്ക് അതിനെങ്ങനെ പറയണമെന്ന് അറിയില്ല. ബട്ട് അവൻ എന്നോട് ലവ് പോലെ ഒരു ഇഷ്ടമാണ്. എന്നോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്ന് എന്നോട് എന്നോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് അത് അവൻ എന്നോട് പറഞ്ഞത് തെറ്റായി തോന്നിയിട്ടില്ല. അവനുള്ളത് ഓപ്പണായി എന്നോട് പറഞ്ഞു. എന്ന് വെച്ച് എന്നോട് അത് പറഞ്ഞ് ഇറിറ്റേറ്റ് ആക്കാറില്ല. എന്റെ കംഫർട്ടബിൾ അനുസരിച്ചാണ് അവൻ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ അവനോട് ഉള്ള ഈ കമ്പനി തെറ്റാണോ? എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഇത്രേ ഉള്ളൂ. വായിക്കാൻ പറ്റിയാൽ വായിക്കൂ. ലവ് യു സോ മച്ച് ചേച്ചി. യു ആർ എ ഗുഡ് ഹാർട്ട് പേഴ്സൺ. എന്നോട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്ലീസ്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള ഒരു വഴി എന്താന്ന് വെച്ചാൽ ജോലിക്ക് പോവാ, സ്വയം പര്യാപ്തയാവുക. നേരത്തെ ജോലി ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു ജോലി നോക്കണം. എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും സ്വന്തം അമ്മേനെ പോയി ഒന്ന് കാണാനും പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ ഓൺലൈനിൽ പരിചയപ്പെട്ടേക്കുന്ന പുള്ളി, നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാളുണ്ടാവാന്ന് പറയുമ്പോൾ കുട്ടിക്ക് അതൊരു സമാധാനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലെ ചില റെഡ് ഫ്ലാഗ്സ് ശ്രദ്ധിക്കണം. പിന്നെ കുട്ടി ഇപ്പൊ ഭയങ്കര ഇമോഷണലി തകർന്നു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും വന്നാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിച്ചു പോവും. അപ്പൊ വിശ്വസിക്കാതിരിക്കുക. പഴയ അനുഭവങ്ങളൊക്കെ ഓർക്കുക. അയാളുമായിട്ട് എങ്ങനത്തെ ഒരു കണക്ഷൻ ആണോ ഫീൽ ചെയ്തത്, ആ കണക്ഷൻ തന്നെയല്ലേ ഇപ്പൊ ഇയാളോടും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജോലി നേടാ, കുറച്ച് പൈസ ഉണ്ടാക്കുക, സ്വന്തം കാര്യങ്ങൾ നോക്കുക. പിന്നെ ഫ്രണ്ട്സിന്റെ സ്റ്റോറി കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് വേറെ പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. അതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കരുത്. എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ എളുപ്പമായിരിക്കും എന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടാവാൻ സ്വാഭാവികം. പക്ഷേ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. ഇത് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. അതെത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും അത് ചെയ്യണം. ആ സുഹൃത്തിൽ മാത്രം ലോകം കണ്ട് ഇരിക്കാൻ ഒരിക്കലും പാടില്ല. നമ്മൾ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് വിട്ട് കളഞ്ഞേക്ക്, മറന്നേക്ക്. കുട്ടിയുടെ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. സ്വയം ഒരു ജോലി കിട്ടി കുറച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമുക്ക് കോൺഫിഡൻസ് വരും.
പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോകാൻ പാടില്ല. എല്ലാവർക്കും ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടും, കിട്ടിയിരിക്കും. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യാം. വെറുതെ വിഷമിച്ചിരിക്കാൻ പാടില്ല. ഓക്കെ. അടുത്ത സീക്രട്ട്. Hi, Eva. Hope you're doing well. And you're so pretty. Thank you. So, I wanted to share something with you. മലയാളത്തിൽ പറയാം ഞാൻ. സോ എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. സോ ഐ ഹാഡ് എ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് വി വർ സോ ക്ലോസ്. ഷി വാസ് ലൈക്ക് മൈ സിസ്റ്റർ ആൻഡ് വി മെറ്റ് ഫ്രം കോളേജ് ആൻഡ് ഐ വാസ് ഓൾസോ ഇൻ എ 5-year long റിലേഷൻഷിപ്പ്. അപ്പൊ എനിക്കുണ്ടായിരുന്ന എല്ലാ ഫ്രണ്ടും എന്നെ ബിട്രേ ചെയ്തു, എനിക്ക് പണി തന്നു. സോ അങ്ങനെ അത്രയും ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഷീ കെയിം ടു മൈ ലൈഫ് ആൻഡ് ഐ തോട്ട് ഷീ വാസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് എവർ ഹാപ്പൻ ടു മീ. സോ ഞാൻ ഇവളെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു ആൻഡ് ദേ ബിക്കെയിം ഫ്രണ്ട്സ്. സോ കോളേജിൽ നിന്ന് ഫോണൊക്കെ ചെയ്യുമ്പോൾ വി ത്രീ യൂസ് ടു ടോക്ക് ടുഗദർ ആൻഡ് എനിക്ക് സർപ്രൈസ് തരാനൊക്കെ ദേ ബോത്ത് പ്ലാൻ ടുഗദർ ആൻഡ് ഐ വാസ് ഹാപ്പി ദാറ്റ് ദേ ബിക്കെയിം ഫ്രണ്ട്സ്. ബട്ട് സംതിങ് വാസ് ഗോയിങ് ബിഹൈൻഡ് മൈ ബാക്ക് വിച്ച് ഐ ഡിഡ്ന്റ് നോ. സോ ടൈം പാസ്ഡ്. ഐ വാസ് ഇൻ 3rd year ആൻഡ് ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ. ഞാൻ രണ്ടാളുടെയും ബർത്ത്ഡേ വരുമ്പോൾ രണ്ടാൾക്കും സർപ്രൈസ് കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി ഐ യൂസ് ടു സേവ് മണി. സോ സർപ്രൈസ് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഇവൾ പേയിങ് ഗസ്റ്റ് ആയി നിൽക്കുന്ന വീട്ടിൽ പോയി. അവളുടെ ബാക്കി റൂംമേറ്റ്സ് ഒക്കെ നാട്ടിൽ പോയേക്കുക. സോ ഷീസ് അലോൺ ദർ ആൻഡ് മൈ ബോയ് ഫ്രണ്ട് ടോൾഡ് മീ ദാറ്റ് ലെറ്റ്സ് ഗോ ദർ ബൈ 7 ടുഗദർ. ബട്ട് എനിക്ക് 7 മണിക്ക് വരെ കാത്തു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഐ ഡിസൈഡഡ് ടു ഗോ ദർ ബൈ 5 ആൻഡ് സർപ്രൈസ് ഹെർ ബൈ മൈസെൽഫ്. ആൻഡ് ഐ റീച്ച് ദർ. ഹെർ ഡോർ വാസൻ ലോക്ക്ഡ് ആൻഡ് ഐ തോട്ട് careless as always. And when I got inside, the thing I saw was my best friend and my boyfriend kissing each other. Here I went to surprise, but I was the one who got surprised. കണ്ടത് ഷോക്കായി. കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് കേക്ക് താഴെ ഇട്ട് സ്റ്റക്കായി നിന്നു. സൗണ്ട് കേട്ട് ദേ ലുക്ഡ് ആൻഡ് വാസ് ഷോക്ക്ഡ് ആൻഡ് വാസ് സെയിങ് തിങ്സ്, അപ്പോളജൈസിങ് ആൻഡ് ഒന്നും എൻ്റെ തലയിൽ രജിസ്റ്റർ ആവുന്നില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഡയറക്റ്റ് എൻ്റെ വീട്ടിൽ പോയി ആൻഡ് ഐ ക്രൈഡ് എ ലോട്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഡിഡ് ദാറ്റ് ഡേ വെൻ ഐ റീച്ച്ഡ് ഹോം. എൻ്റെ മനസ്സ് എൻ്റെ കൈ വിട്ട് പോയ പോലെ. ലൈക്ക് ദ പീപ്പിൾ ഐ ട്രസ്റ്റഡ് ദ മോസ്റ്റ് ബിട്രേഡ് മീ. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആൻഡ് ലക്കിലി മൈ കസിൻ ചേച്ചി കെയിം ഹോം ദാറ്റ് ഡേ. ഞാൻ പുള്ളിക്കാരിയോട് എല്ലാം പറഞ്ഞു. ഷീ കംഫർട്ടഡ് മീ. അന്ന് ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഐ വുഡന്റ് ബി അലൈവ് ദാറ്റ് ഡേ. ഷീ ആക്ച്വലി ഹെൽപ് മീ എ ലോട്ട്. താങ്ക്സ് ടു മൈ കസിൻ ചേച്ചി. ഷീ ഈസ് എ ജെം. ആൻഡ് ദെൻ ഫൈനൽ സെമസ്റ്റർ എക്സാം വരാറായി. ആ ടൈമിൽ ഒരു കിഡിലൻ ചേട്ടന്റെ പ്രപ്പോസൽ വന്നു. ആൻഡ് പുള്ളിക്കാരൻ ഈസ് എൻ എഞ്ചിനീയർ ആൻഡ് വാസ് സോ ഹോട്ട്, ഹാൻസം ആൻഡ് ഹീസ് എ ജെന്റിൽമാൻ. സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. സോ ഐ ടോൾഡ് മൈ പാരന്റ്സ് ദാറ്റ് ഐ എം റെഡി ഫോർ ദിസ് പ്രപ്പോസൽ. ഫൈനൽസ് കഴിഞ്ഞതും ഐ ഗോട്ട് മാരിഡ് ടു ഹിം ആൻഡ് ഹീസ് ദ ബെസ്റ്റ് ഡിസിഷൻ എവർ and he's the best decision I made in my life. And Ippo, I'm 25. We have been married for 5 years and we have 2 beautiful children. And now I'm working as a guest lecturer in a college. And my best friend and my boyfriend, they both eloped. And അവൻക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് അവനെയും കൊച്ചിനെയും ഇട്ടിട്ട് വേറെ ഒരുത്തൻ്റെ കൂടെ പോയി. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഡോണ്ട് എൻഡ് യുവർ ലൈഫ് ഫോർ എനിവൺ or for anything. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കാണും and good things are coming for you, my buddy. And Eva, thank you for reading my secret. Love you. Love you too.